കുളി നല്ലൊരു തെറപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മുങ്ങിക്കുളിച്ചാൽ, കനാലിൽ അല്ലെങ്കിൽ കുളത്തിൽ മുങ്ങിക്കുളിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആശ്വാസം കിട്ടും. നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് തണുത്ത് കിട്ടും. നമ്മുടെ ടെൻഷനും അസ്വസ്ഥതകളും മാറിക്കിട്ടും. മുങ്ങിക്കുളിക്കുക, കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് അല്പസമയം മുങ്ങുക, ഇത് വളരെയേറെ നല്ല ഒരു തെറാപ്പിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഷവറിൻ്റെ താഴെ നിന്നുകൊണ്ട് കുറച്ച് സമയം തലയിലേക്ക് വെള്ളം അടിച്ചുകൊണ്ട് തല തണുപ്പിച്ചുകൊണ്ട് കുളിക്കുന്ന ഒരു തെറാപ്പിയുണ്ട്. അത് വളരെയേറെ സഹായകമാണ്. തലയുടെ ഓരോ ഞരമ്പുകൾക്കും ആശ്വാസം കിട്ടാനും സമാധാനം കിട്ടാനും തലം കിട്ടാനും ഒക്കെ വളരെയേറെ സഹായകമാണ്. നീർവീഴ്ചയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വേറൊന്നുള്ളതാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക. നല്ല ചെറു ചൂടുള്ള വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ ഒത്തിരി ഫ്രഷ്നെസ് കിട്ടും. അത് ശരീരം ഒന്ന് തടവുകയും, കുളിക്കുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരമെല്ലാം തടവുന്നു. ആ ചെളിയെല്ലാം പോയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തടവി നന്നായിട്ട് കുളിക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരി ആശ്വാസവും സമാധാനവും കിട്ടും. ഇതിലൂടെ സംഭവിക്കുന്ന ഇതാണ്: തലച്ചോറിൽ അതുപോലെ ശരീരത്തിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടുന്നു. നമ്മുടെ രോഗങ്ങളിൽ നിന്ന് വിമുക്തി കിട്ടുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ തലച്ചോറിൻ്റെ സെല്ലുകളിലേക്ക് തലം കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി എണ്ണ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ആ എണ്ണയുടെ ഫലവും കൂടെ നമുക്ക് കിട്ടുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക തരം കേരളീയർ പൊതുവെ എണ്ണ തേച്ച് കുളിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അത് വളരെയേറെ സഹായകമാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ ഒത്തിരി ആശ്വാസവും സമാധാനവും ശാന്തിയും കിട്ടുന്ന നല്ലൊരു തെറാപ്പിയാണ് കുളി തെറാപ്പി. ഇതുപോലെ തന്നെ നമ്മൾ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കുളിയുടെ ഓരോ തലങ്ങളെയും ഓർമ്മിച്ചുകൊണ്ട് ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ശ്രമിക്കുക. ഞാൻ എൻ്റെ കുളിക്കുന്ന സമയത്ത് ഷവർ വെള്ളം എൻ്റെ തലച്ചോറിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാകട്ടെ, സ്വസ്ഥത കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ എന്ന ചിന്തയോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഇതുപോലെ തന്നെ പിന്നെ കുറച്ച് നേരം മൂക്കടച്ചു പിടിച്ചിട്ട് പിന്നെ കുളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് നമ്മുടെ ശാന്തിയും സമാധാനവും തലച്ചോറിനെ ശാന്തമാക്കുന്ന പോലെ വിചാരിച്ച് അങ്ങനെ മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ശാന്തത കിട്ടുന്ന സമാധാനം കിട്ടും. ഇതുപോലെ നീന്തലും വളരെയേറെ സഹായകമാണ്. പ്രത്യേകിച്ച് 2 പേരോ 3 പേരോ ഉള്ള കൂട്ടുകാർ ഒന്ന് നീന്തി കുളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഇത് വരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ടെൻഷൻ മാറിക്കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കുളി തെറപ്പി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത് പല വിധത്തിൽ ചിലരിങ്ങനെ ചെയ്യാറുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ കുളിക്കുന്നു. ഇത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ തന്നെ മാറാനും റെസിസ്റ്റൻസ് പവർ കൂട്ടാനും ഒക്കെ വളരെയേറെ സഹായകമാണ്. ഈ തെറപ്പി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.